ഹലോ, പ്ലസ് ടുവിന്റെ കൂടെ റിപ്പീറ്റിനൊന്നും പോകാതെ കീം എഴുതാൻ പോകുന്നവർക്ക് ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആവും. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന കീം എക്സാമിൽ നമുക്ക് നല്ലൊരു റാങ്ക് എടുക്കാൻ പറ്റും. അതിൽ നമ്മളിനി പറയാൻ പോകുന്ന ഈ പോയിന്റ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് പ്ലസ് ടുവിന്റെ കൂടെ തന്നെ കീം എഴുതിയിട്ട് അതിൽ റാങ്ക് കിട്ടിയതും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയതും. കീമിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തത് അരിഹന്ത് പബ്ലിക്കേഷൻസിന്റെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഈ 3 ബുക്കുമാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് സോൾവഡ് പേപ്പേഴ്സ് മാത്രമുള്ള ഒരു ഗൈഡാണ് ഇത്. ഇതല്ലാതെ വേറെ റെഫറൻസ് ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഒന്നും ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ഈ ബുക്ക് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിൽ മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രമേ ഉള്ളൂ. ഇതിന് പകരമായിട്ട് നിങ്ങൾ നമ്മുടെ കീമിന്റെ ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് സമയമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ റാങ്ക് കിട്ടും. കാരണം നമ്മുടെ കീം എക്സാമിൽ വരുന്നത് അധികവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴും ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ലൈക്ക് നമ്പേഴ്സ് മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യരുത് എക്സാമിന്. പരീക്ഷയിൽ MCQ ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉണ്ടാവുക, അപ്പൊ അതിൽ തന്നെ ആൻസർ ഉണ്ടാവും. അപ്പൊ നമുക്ക് വരുന്ന ഒരു തോട്ടാണ് കറക്കി കുത്തി എഴുതുക അല്ലെങ്കിൽ ഗസ് ചെയ്തിട്ട് എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ആൻസർ ചെയ്താൽ അതിന് തെറ്റായി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് മാർക്കിന് തന്നെ നമ്മുടെ റാങ്ക് 1000 അല്ലെങ്കിൽ 2000 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ നല്ല ചാൻസ് ഉണ്ട്. എക്സാമിന് ഇൻസ്ട്രക്ഷൻസ് നേരെ വായിക്കണം. എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ 4 മാർക്കോ തെറ്റായി കഴിഞ്ഞാൽ 1 മാർക്ക് മൈനസും ആവും. അപ്പൊ നമ്മൾ എഴുതിയ ശരി ഉത്തരത്തിൽ നിന്നാണ് ആ 1 മാർക്ക് മൈനസ് ആയി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഗസ് ചെയ്തിട്ട് ആൻസർ എഴുതരുത്. ഞാൻ പരീക്ഷയ്ക്ക് ഓരോ സബ്ജക്റ്റിനും അറ്റൻഡ് ചെയ്തത് 15 20 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി. വേറെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിൽ പോയിട്ട് ഗസ് ചെയ്തിട്ട് ഒരിക്കലും ആൻസർ എഴുതരുത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാത്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കീം എക്സാമിന് മെയിൻ ആയിട്ട് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണല്ലോ. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയിലും കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഒഴിവാക്കിയാലും മാത്സ് നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുക, അധികം ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോവാം. പ്ലസ് ടുവിന്റെ ബോർഡ് എക്സാം കഴിഞ്ഞതാവുകൊണ്ട് പ്ലസ് ടുവിലെ മാത്സ് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പ്ലസ് 1ത്തെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ഒഴിവാക്കിയിട്ട് മാത്സ് നിങ്ങൾ അധികം പഠിച്ചിട്ട് തന്നെ പോവാം. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ അലൗഡ് അല്ല എക്സാമിന്. അപ്പോൾ ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഒന്ന് പേപ്പറിൽ നല്ലോണം വർക്ക്ഔട്ട് ചെയ്തിട്ട് തന്നെ പോവാം. കാരണം പ്ലസ് 1 പ്ലസ് 2 ഫുള്ള് നമ്മൾ കാൽക്കുലേറ്ററിലാണല്ലോ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്തത്. അപ്പൊ അത് കീമിൽ പറ്റൂല. അപ്പൊ അതിന് മുന്നേ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് കയറാൻ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്ലസ് 2ന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞ് വരുന്നതാവുകൊണ്ട് നമുക്ക് പ്ലസ് 2ന്റെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് 1ന്റേത് അത്രക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് പ്ലസ് 1ന്റേതും ലാസ്റ്റ് ആണ് പ്ലസ് 2ന്റെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഫസ്റ്റ് തന്നെ പോയിട്ട് പ്ലസ് 1ന്റേത് ചെയ്യാൻ നിൽക്കരുത്, ലാസ്റ്റ് ചെയ്യുക ആ ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് ടൈം എടുക്കും പ്ലസ് 1ന്റെ ചെയ്യാനും ഓർത്തെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സംഭവം എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. കാരണം ഞാൻ മാത്സിന്റെ എക്സാമിൽ പോയിട്ട് പ്ലസ് 1ന്റേത് ഫസ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ഇടയ്ക്ക് വെച്ച് സ്റ്റെപ്പ് നിന്നപ്പോൾ അതന്നെ വീണ്ടും നമ്മൾ റീട്രൈ ചെയ്യുമല്ലോ. ആ സമയത്ത് പ്ലസ് 2ന്റേത് അറിയുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. പിന്നെ എക്സാമിന്റെ തലേന്ന് ഒരു പെൻ എടുത്തിട്ട് പെട്ടെന്ന് ബബിൾ ചെയ്യാനൊക്കെ പഠിച്ചിട്ട് പോവാം. കാരണം അതിനൊന്നും എക്സാമിന് സമയം കളയരുത്. നാലാമത്തെ പോയിന്റ്, ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് ചെയ്ത് നോക്കുമ്പോൾ ഒരിക്കലും 3 പ്രാവശ്യത്തിൽ കൂടുതൽ അത് റീട്രൈ ചെയ്തുകൊണ്ടിരിക്കരുത്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും ചില പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റെപ്സ് എല്ലാം ചെയ്ത് വരുമ്പോൾ ചില സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റക്ക് ആവും. അപ്പൊ നമ്മൾ ഒന്നും കൂടി ആദ്യക്കൊന്ന് ചെയ്ത് നോക്കും. അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ കേസൊക്കെ വരുമ്പോൾ നമ്മൾ 1-2 വട്ടമൊക്കെ ചെയ്ത് നോക്കും. പക്ഷെ 3 പ്രാവശ്യത്തിൽ കൂടുതൽ അത് ചെയ്ത് നോക്കരുത്. കാരണം നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അപ്പുറത്തുണ്ടാവും ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന ആൻസേഴ്സ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ സമയം കളയരുത്. അങ്ങനെ സ്റ്റക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി ഈ ഒരു ക്വസ്റ്റ്യന്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമിന് പഠിക്കാനിരിക്കുമ്പോൾ പ്ലസ് 1 പ്ലസ് 2 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ പ്ലസ് 1ത്തെ തിയറി ചാപ്റ്റേഴ്സ് ഒക്കെ മാക്സിമം നോക്കുക. കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ടഫ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ചാപ്റ്റേഴ്സ് ഒഴിവാക്കിയാലും തിയറി ചാപ്റ്റേഴ്സ് നോക്കുക. കാരണം തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ പെട്ടെന്ന് മാർക്ക് കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോവാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10 20 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 8000 അല്ലെങ്കിൽ 7000 റാങ്കിന്റെ ഉള്ളിൽ ഉറപ്പായിട്ടും നമുക്ക് റാങ്ക് കിട്ടും. ഒരു 10,000 റാങ്കിന്റെ ഉള്ളിൽ വന്നാൽ തന്നെ നമുക്ക് നല്ല ഗവൺമെന്റ് കോളേജിൽ നല്ല ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഇതൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.